ഒരു ഇമേജ് അങ്ങേക്ക് പുറത്തുള്ളത്. അങ്ങ് വളരെ കർക്കശക്കാരനാണ്. അങ്ങേ അറിയുന്നവർക്കൊക്കെ ഒന്നും അങ്ങനെ അല്ലെന്ന് അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള അങ്ങയുടെ നിലപാടിൽ നിന്നൊരു വ്യതിയാനമായിരുന്നു ഈ മുണ്ടക്കൈ ചൂരൽമല മമ്മൂട്ടി സന്ദർശിച്ചതിന് ശേഷം കുറച്ച് സഹാക്കൾ ഈ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ വളരെ ആക്രമിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങ് അദ്ദേഹത്തോട് ക്ഷമ പറയാനുള്ള വലിയൊരു മഹാമനസ്കത കാണിച്ചു. ഒരു പിഴവ് പറ്റിയെന്ന് അങ്ങേക്ക് മനസ്സിലായപ്പോൾ അങ്ങത് തുറന്നു പറയുകയും മമ്മൂട്ടിയോട് ക്ഷമ പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അങ്ങേയും അത് വേദനിപ്പിച്ചെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാനതിൽ കണ്ടത് എൻ്റെ വേദന എന്നുള്ളതല്ല, അത്തരം ഒരു ആക്ഷേപം മമ്മൂട്ടി എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കണ്ടത്. കാരണം വളരെ സൗദ്ദേശത്തോടെ അദ്ദേഹം പോകുന്നതാണല്ലോ, ഒരു ദുരുദ്ദേശമില്ല. വളരെ ബുദ്ധിമുട്ടി രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു, തന്ന കാലത്ത് എഴുന്നേറ്റ് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി, എന്നിട്ട് അങ്ങോട്ട് പോവുകയല്ലേ. ഒരു തരത്തിലുള്ള ദുരുദ്ദേശം അതിലില്ല. അത് മനസ്സിലാക്കാതെ കടന്നാക്രമിക്കുന്ന രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ആ തോന്നലിൽ നിന്നാണ് എൻ്റെ വർത്തമാനങ്ങളുണ്ടായത്. മമ്മൂട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അങ്ങ് ഇങ്ങനെ ഒരു സന്ദേശം അങ്ങ് പറഞ്ഞതിന് ശേഷം? അതിനുശേഷം അതിനു മുൻപ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ വികാരഭരിതനായി. അത് അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഓക്കെ. നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ചും പ്രചരിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ ചെവിയിലെത്തിയോന്ന് അറിയില്ല. അതായത് ഈ NDA അല്ലെങ്കിൽ BJPയുടെ ഒരു ആഗ്രഹം പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ, 2031 ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ളൊരു പടവായിട്ട് ഈ മുഖ്യമന്ത്രി കസേരയെ കാണുന്നു എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതും ആരാണ് ഇതിൻ്റെ ഉത്പാദാക്കൾ നമുക്കറിയില്ല. എന്തായാലും ഈ 26 നടക്കുന്ന ഇലക്ഷനിൽ തങ്ങൾക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഊഴം കൂടി പിണറായി വിജയൻ. 26ന്റെ കാര്യം പറയുമ്പോൾ 21 ആലോചിച്ച് നോക്കാം നമുക്ക്. 21 ഞങ്ങളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഏറെക്കുറെ സമാന മനസ്കരായിട്ടാണല്ലോ LDFിനെതിരെ നീങ്ങിയിരുന്നത്. വൻപിച്ച കോലാഹലം. രാവിലെ ഒരാൾ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരാൾ പറയുന്നു. അതായത് രാവിലെ UDF നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം BJP നേതാവ്, രാവിലെ BJP നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം UDF നേതാവ്. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ അവസ്ഥ. മാത്രമല്ല, അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് വിശ്വാസ്യത പകരാൻ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് വട്ടമിട്ട് പറഞ്ഞല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നു? UDFിന് വേണ്ടിയായിരുന്നല്ലോ. കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് ഓർമ്മയില്ലേ എന്തെല്ലാം നടന്നു? മാത്രമല്ല, പിന്നെ ഏതെല്ലാം തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് നുണയായിട്ട് പ്രചരിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.